ഇതിലൊരു നല്ല അടിപൊളി കളറൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രസമാവും. വണ്ടി ആ ഡ്രോപ്പായിട്ട് എടുക്കണം വേറെ തന്നെ ഒരു ലുക്ക് തന്നെ ഉണ്ടാവും. സ്പോട്ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി ചേഞ്ച് ഔട്ട് കണ്ട വണ്ടി ഡൗൺ ആയി കുറച്ച് അഗ്രസീവായിട്ട് വണ്ടി. പക്ഷെ വണ്ടി കാണാൻ എപ്പോഴും വേണം. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മോഡിഫിക്കേഷൻ ഈ മറ്റേ ബോഡി കിറ്റ്സും ഹെഡ്ലൈറ്റ്സും വീൽസും എയർ സസ്പെൻഷനൊക്കെ ഇടുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിട്ട് ദുബൈയിലെത്തിയിട്ട് മസ്താങ്ങിൻ്റെ വീഡിയോസ് ഇടാം, ടയർ മാറ്റുന്ന വീഡിയോസ് ഇടാമെന്ന് പറഞ്ഞിട്ട് അതൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇന്നത്തെ വീഡിയോ നമ്മുടെ മസ്താങ്ങിൻ്റെ വീഡിയോ ആയിരിക്കും. കാരണം ടയർ മാറ്റുന്ന എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടയർ പൊട്ടിയിട്ട് വണ്ടിയോടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഞാൻ വന്നിട്ട് കിടന്നു തുടങ്ങി. നല്ല ടയറായിരുന്നു. സോ ആ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് ടയർ മാറ്റിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ട് നീങ്ങി അതുണ്ടായത്. സോ ഇന്ന് നമുക്ക് നമ്മുടെ മസ്താങ്ങിൻ്റെ വീഡിയോ എടുക്കാം. ചെറിയൊരു ഡ്രൈവും പിന്നെ മസ്താങ് ഫുള്ള് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ ഇരുന്നിട്ട് കണ്ടാൽ മതി. അപ്പോൾ വണ്ടി ഇതേ ഇവിടെ എടുക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ പോയ സമയത്തും ഈ പറയുന്ന പോലെ ഉപ്പ് അധികം യൂസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും വണ്ടി കിടന്നിട്ടും അധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ ഫ്രണ്ട് ലിപ്പും കാര്യങ്ങളൊക്കെ ആകെ സ്ക്രാച്ചായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ ഉണ്ട്. ഈ പറയുന്ന പോലെ സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വർക്കിംഗ് ആണ്. അല്ല ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഡ്രോപ്പ് ആവാൻ ചെറിയൊരു ടൈം പിടിക്കുന്നുണ്ട്. അത് മുന്നേ നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നതാണ്. ബാക്ക് കുറച്ച് ഫാസ്റ്റും ഫ്രണ്ട് വന്നിട്ട് കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ. പോക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിലും കൂൾ. പിന്നെ കംപ്രസറിൽ എയർ ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് പൊന്തണത്. വേറെ ഒന്നുമല്ല, ഫുള്ള് കംപ്രസറിൽ ഫുൾ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പക്കയായിട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്രസറിൽ എയർ കയറിയതിന് ശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സ്പീഡാക്കിയിട്ട് നമുക്കിനി പൊക്കാൻ പറ്റുള്ളൂ. ഇനിയൊരു താഴത്തിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് പൊക്കാൻ പറ്റില്ല. അതായത് ക്യാനിൽ എയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു 2 മാക്സിമം ഒരു 3 പ്രാവശ്യമാണ് പൊക്കി താഴ്ത്താൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്യാനത്തെ എയർ ഫുള്ള് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കംപ്രസറിൽ നിന്ന് എയർ ക്യാനിലേക്ക് ഫില്ലായിട്ട് വേണം നമുക്ക് പിന്നീട് പൊക്കാൻ താഴ്ത്താനും പറ്റുള്ളൂ കേട്ടോ. പക്ഷേ ചെറിയൊരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്യാന് എയർ ഫില്ലാവും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഈ സ്കേർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും. സ്കേർട്ട് പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവരെ മാറ്റിയിട്ടില്ല, ഞാനില്ലാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നാലാണ് കൂടുതൽ ഈ വണ്ടി യൂസ് ചെയ്യാറ്. ഇപ്പം ഞാൻ ഡെയിലി ഡ്രൈവർ പോലെയാണ് ഞാൻ ഈ വണ്ടി കൊണ്ടെടുക്കാറ്. വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വണ്ടി കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടി കൊടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, വേറെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സുണ്ടായിട്ടില്ല, പക്ഷേ എന്തായാലും കുറച്ചായി. ഇപ്പോൾ ഏകദേശം ഒരു 2.5 കൊല്ലത്തോളമായി ഇപ്പോൾ ഈ വണ്ടി യൂസ് ചെയ്യണു. സോ അതുകൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഞാൻ വണ്ടി കൊടുക്കേണ്ട വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ വരാം, അത് നമുക്ക് പിന്നെ പറയാം. ബാക്കിയുള്ള എല്ലാം പക്കയാണ്. ഇപ്പോൾ ഹെഡ്ലൈറ്റ്സ് ആയാലും ഒക്കെ ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. മാറ്റിയിട്ട് ഏകദേശം ഒരു 2 വർഷത്തിന് മേലായി. പക്ഷെ എന്നാലും ബ്രാൻഡ് ന്യൂ പോലെ തന്നെ ഉണ്ട് റിഫ്ലക്ടർ കാര്യങ്ങൾ. ആകെ ലിപ്പ് മാത്രമാണ് ഒന്ന് സ്ക്രാച്ച് ആയിട്ടുള്ളൂ. ചെറിയൊരു പൊട്ടലും വന്നിട്ടുണ്ട് സൈഡിൽ. ഇത് പൊട്ടണ മെറ്റീരിയൽ അല്ല, പക്ഷേ അത്രയും ബെൻഡായിട്ട് വണ്ടി ഡ്രോപ്പായിട്ട് റിക്കവർ ചെയ്യുന്ന സമയത്ത് അത്രയും ബെൻഡായിട്ട് പൊട്ടിയതാണ് ഫ്രണ്ടിലെ ഭാഗം. പിന്നെ ബാക്കിയുള്ളൊക്കെ പെയിൻറ്റ് പോയേക്കാണ്, ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതുപോലെ തന്നെ ഡ്രോപ്പായിട്ട് കയറുന്ന സമയത്ത് കിട്ടിയൊരു പെയിൻറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ആണ് ഇവിടെ കാണുന്നത്. പിന്നെ വണ്ടി ആകെ കച്ചറായിട്ട് എടുക്കുകയാണ്, കഴുകിയിട്ടില്ല. ഒരു 2-3 ദിവസത്തോളം വണ്ടി നെച്ചുവിൻ്റെ കയ്യിലായിരുന്നു. ഇന്ത്യയിൽ കൊറവറ്റ് ആയിരുന്നുണ്ടായിരുന്നു. കൊറവറ്റിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ വേണ്ട ഓൾ വ്യൂ വണ്ടിയെല്ലാം നോർമലായിട്ട് തന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നോർമൽ കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യുന്നതാണ് വണ്ടി. പിന്നെ ഈ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ട്രിപ്പായിട്ടുണ്ട് കേട്ടോ. മാറ്റമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ചെറിയൊരു ഡ്രൈവ് ആഡ് ചെയ്യാം. പിന്നെ എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുണ്ട്. വണ്ടി ആ ഡ്രോപ്പായിട്ട് എടുക്കണം വേറെ തന്നെ ഒരു ലുക്ക് തന്നെ ഉണ്ടാവും. അത് വേറെ തന്നെ ഒരു മൂഡ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, വണ്ടി ഇങ്ങനെ റണ്ണിങ്ങിലിങ്ങനെ താഴ്ന്നു വരുന്നത് കാണാനും വേറെ രസം തന്നെയാണ് കേട്ടോ. ഞാൻ നോർമലി ഇവിടെ വന്നിട്ട് ഞാൻ ഈ വണ്ടി പുറത്തുനിന്ന് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ അടുത്ത് ഞാൻ കണ്ടു. സംഭവം വേറെ തന്നെ ഒരു മൂഡ് തന്നെയായിരുന്നു. കാരണം നമ്മളെ വണ്ടിയിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാണാറില്ലല്ലോ. വേറെ ആരെങ്കിലും ഓടിക്കുമ്പോഴാണ് നമ്മളങ്ങനെ അറിയാറ്. പിന്നെ നെച്ചുവിൻ്റെ അടുത്ത് പോയിട്ട് നെച്ചുവിൻ്റെ കോർവേറ്റ് എടുത്ത് വരുന്ന സമയത്ത് നെച്ചു വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് അതായത് ബാക്കിലായിരുന്നു അവൻ വരുന്നുണ്ടായിരുന്നു. സോ ഞാൻ അങ്ങനെ കണ്ണാടിയിൽ നിന്ന് നോക്കി നോക്കുമ്പോൾ എന്ത് ഭംഗി എന്ന് പറയുക, രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. മാഷാ അല്ലാഹ്, ശരിക്കും ഇതിലൊരു നല്ല അടിപൊളി കളറൊക്കെ കയറി കഴിഞ്ഞാൽ നല്ല രസമാവും. അതിനൊക്കെ പ്ലാനുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക്
ഇനി അത് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഞാൻ വണ്ടി എടുത്തിട്ട് ഇറങ്ങായി. ഗായ്സ് നമ്മൾ പമ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ സൂപ്പർ ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ സൂപ്പർ അടിക്കാറുള്ളൂ കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 98 ആണ്, സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ 95. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ അടിക്കാറില്ല നമ്മൾ സൂപ്പർ മാത്രമേ അടിക്കാറുള്ളൂ. കാരണം സൂപ്പർ അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സിങ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ. മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ ഇപ്പോൾ നാട്ടിൽ വണ്ടി കൊണ്ടുപോയ സമയത്ത് നമ്മൾ ഫുള്ള് യാ സൂപ്പർ. ഇപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി കൊണ്ടുപോയ സമയത്ത് 95 ആണ് നമ്മൾ അടിച്ചേർന്നത്. വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 95 അടിച്ചേ പറ്റുള്ളൂ. പിന്നെ ബാംഗ്ലൂർ പോയിട്ടാണ് നമ്മൾ ഷെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ 100 ഒക്ടൈൻ ഉള്ളത് തൃശ്ശൂർ നമ്മുടെ പുഴക്കലും, പിന്നെ ഉള്ളത് നമ്മുടെ കറുകുറ്റി എത്തനാട്ടി മുന്നേ ഉണ്ടാവും, പിന്നെ കോഴിക്കോടുള്ളത്. അപ്പോൾ അതുകൊണ്ട് 100ന് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 95 തന്നെ അടിച്ചേർന്ന്. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് തന്നെ വണ്ടി മിസ്സിങ് വന്നിട്ട് ഓഫ് ആവുന്ന സിറ്റുവേഷൻസ് 2-3 വട്ടം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫ്യൂവൽ കറക്റ്റ് ലൈൻറ്റാണ്, വേറെ ഒന്നുമില്ല. പിന്നെ അത് മാത്രമല്ല GTR കൊണ്ടുപോയിട്ട് GTRൽ 100 ഒക്ടൈന് അടിച്ചിട്ട് പ്രശ്നം വന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പമ്പിൽ നിന്ന് 100 ഒക്ടൈൻ അടിച്ചിട്ട്. പക്ഷെ ഷെല്ല് നല്ല അടിപൊളി ഫ്യൂവലായിരുന്നു കേട്ടോ. ഷെല്ലിൻ്റെ ഫ്യൂവല് നൈസായിരുന്നു, അടിപൊളി ഫ്യൂവലായിരുന്നു. ഇപ്പോൾ ഞാൻ അടിക്കുമ്പോൾ ഫുള്ള് പറ്റിയിട്ടുണ്ടായിരുന്നത് തീരെ ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 100 സംതിങ് ആയിരിക്കും ഫുൾ ടാങ്ക് വരിക. അത്ര തന്നെ അടിക്കാറ് 150, 160 ആ റേഞ്ചിലാണ് ഫുൾ ടാങ്ക് വരാറ്. ഫുള്ളായിട്ടുണ്ട്. ഫുള്ള് വരുന്നത് 140, 140 യാ ഇറ്റ്സ് ഫൈൻ. ആ 141 ഫുള്ളായിട്ടുള്ളത്. 54.44 ലിറ്ററാണ് കേട്ടോ ഫുള്ളാവാൻ എടുത്തിട്ടുള്ളത്. തീരെ ഉണ്ടായിരുന്നില്ല, ഫുള്ള് വറ്റിക്ക് എടുക്കായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ നേരെ പമ്പിലേക്ക് വന്നിട്ടാ. താങ്ക് യു. സോ ഫുള്ളായി 54 ലിറ്ററോളം അടിച്ചിട്ടുണ്ട്. ഫുള്ള് വറ്റിക്ക് എടുക്കായിരുന്നു. ഇപ്പോൾ റേഞ്ച് കാണിക്കുന്നത് 612 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചീത്ത ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഫ്യൂവൽ അടിച്ച് ഇറങ്ങുമ്പോൾ തന്നെ ഒരു മിസ്സിങ് ഉണ്ടാവും കേട്ടോ. നല്ല ഫ്യൂവലാണെങ്കിൽ മിസ്സിങ് വരാറില്ല. പിന്നെ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്യൂവൽ അടിക്കുകയാണ് ബെറ്റർ. ശരിക്കും നല്ല പെർഫോമൻസും വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ മൈലേജിലും വ്യത്യാസം ഉണ്ടാവും. വണ്ടി മൊത്തത്തിലേ ചേഞ്ച് ആവും. ഇപ്പോൾ നാട്ടിൽ തന്നെ ചില ഫ്യൂവലിൽ അതായത് ഇപ്പോൾ ഇന്ത്യൻ ഓയിലും അതുപോലെ HP ഒക്കെ വരുന്നുണ്ടല്ലോ, അതിൽ തന്നെ ഫ്യൂവൽ ഡിഫറൻസ് പലതിലും കാണിക്കാറുണ്ട്. ഡീസലിലും ഈ പറയുന്ന പോലെ പലതിലും വ്യത്യാസം കാണിക്കാറുണ്ട്. അപ്പോൾ നല്ല ഫ്യൂവൽ അടിച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഫ്യൂവൽ സ്റ്റേഷനിലാണ് പോയത്, കാരണം അത്രയും ഫ്യൂവൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഫ്യൂവൽ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഞാനെന്ന് പറയുമ്പോൾ ദുബൈയിൽ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം യൂസാണ് മസ്താങ്. കാരണം ഇപ്പോൾ ഉമ്മുൽഗോയിലാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഞാൻ ദുബൈ പോയി വരും. ഇപ്പോൾ താമസം ഉമ്മുൽഗോയിലാണ്. ഞാൻ ദുബൈ പോയി വരും. ഇപ്പോൾ ദുബൈയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ദുബൈയിൽ അത്യാവശ്യം ഓട്ടം ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ദുബൈയിലാണെന്നുണ്ടെങ്കിലും അവിടെയും അത്യാവശ്യം ഓട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പോയിട്ട് അങ്ങനെയും ഓട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ടയറൊക്കെ മാറ്റി എല്ലാം പക്കയായി. അതിന് ശേഷം വേറെയും കുറേ വീഡിയോസ് ഉണ്ട്. അതിലൊന്നും മസ്താങ് കണ്ടിട്ടില്ല, കാരണം മസ്താങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എടുക്കലുണ്ട്, പക്ഷെ ഞാൻ പരിപാടിക്കൊന്നും ഇപ്പോൾ നിങ്ങൾ കണ്ട വീഡിയോസിലൊന്നും പരിപാടിക്ക് പോകുമ്പോൾ ഞാൻ മസ്താങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ജമ്മുവിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു, അതിന് പോയത് ഡിഫൻഡറിലാണ്. ഇന്ന് ഹാഫ് ഡെസേർട്ടിൽ പോകുമ്പോൾ ഞാൻ മസ്താങ് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേർ മസ്താങ്ങായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഇത്രീസ് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അന്ന് മസ്താങ് എടുത്തിട്ടുണ്ടായിരുന്നില്ല, നെച്ചുവിൻ്റെ ഒപ്പം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 ദിവസം നെച്ചുവിൻ്റെ ആയിരുന്നു വണ്ടി മസ്താങ് ഉണ്ടായിരുന്നത്. അവൻ്റെ കോറോറ്റ് നമ്മുടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്ക്. കോറോൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. ഒരു ബ്രോ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചതാണ് RPM ലൈറ്റ് എന്താ ബ്രോ വർക്ക് ചെയ്യാത്ത, കംപ്ലൈൻറ്റ് ആയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി കംപ്ലൈൻറ്റ് ആയതല്ല, നമ്മുടെ അടിയത്തെ കണക്ഷൻ അയച്ചിട്ടേക്കാണ്. വേണ്ട, അടിയിലിവിടെ കണക്ഷൻ വരുന്നുണ്ട്. സോ ആ കണക്ഷൻ ഞാൻ അയച്ചിട്ടേക്കാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഷോർട്ട് എവിടെയോ വന്നിട്ടുണ്ട്. കാരണം അത് കണക്ട് ചെയ്യുമ്പോൾ ബാറ്ററി ഇറങ്ങുന്നുണ്ട്, വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇഷ്യൂ വരുന്നുണ്ട്. സോ അതുകൊണ്ട് അയച്ചിട്ടേക്കാണ്. അയച്ചിട്ടപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അത് എവിടെയോ ഒരു ചെറിയൊരു ഷോർട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ ആക്കാൻ സമയം കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ക്ലിയർ ആക്കാത്തത്. പിന്നെ വേണ്ട പരിപാടികളൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന് ഫ്രീ കിട്ടുമ്പോൾ മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് ഫുൾ അയച്ചിട്ട് വേണം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഫുള്ള് വയർ പോയിട്ടുണ്ട്. നമ്മളന്ന് ചെയ്തിട്ട് നമ്മൾ സ്റ്റിയറിംഗ് വീൽ ഫിക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. സോ അന്ന് കണ്ടവർക്ക് അറിയാൻ പറ്റും, വയറും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. സോ ഇതെല്ലാം അയച്ചിട്ട് വേണം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട്
അതങ്ങനെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അത് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. വർക്ക് ചെയ്യണത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ കണക്ഷൻ ഒന്ന് കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ വർക്ക് ചെയ്യണത്. ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അയച്ചിട്ടതായിരുന്നു. ചെറിയൊരു ഷോർട്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അയച്ചിട്ടതായിരുന്നു കേട്ടോ. അത് ക്ലിയർ ആക്കിയിട്ട് ഇനി കുത്താലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കായിരുന്നു. കണ്ടോ പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണ്ട കാലിയ കൊടുക്കുമ്പോൾ കാണാൻ പറ്റില്ല സ്പീഡും കാര്യങ്ങളും കണ്ട 80 കിലോമീറ്റർ സ്പീഡ്, RPM അതിൻ്റെ മേലെ അറിയുന്നുണ്ട്. ബാക്കിയുള്ള എല്ലാം അതിൽ കാണും. ഹീറ്റ്, ടെമ്പറേച്ചർ, ബാറ്ററിയുടെ വോൾട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതുപോലെ തന്നെ എൻജിൻ്റെ പ്രഷർ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടർബോൻ്റെ പ്രഷർ കാണാൻ പറ്റും. എല്ലാം ഫ്യൂവലുണ്ട്, 99% ഫ്യൂവലുണ്ട്. എല്ലാം ഇതിൽ കാണാൻ പറ്റും. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉപകാരമാണ് വണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ഈ ഫുൾ ഡീറ്റെയിൽ ഇതിൽ കാണാൻ പറ്റണത്. പിന്നെ ഇതിൻ്റെ വേറെയും കുറഞ്ഞ സ്റ്റിയറിംഗ് വീലുകൾ വരുന്നുണ്ട് കേട്ടോ. അതെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ അല്ല. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയതുകൊണ്ടാണ് ഈ ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കാണാൻ പറ്റുന്നത്. മറ്റേതാകുമ്പോൾ വയറിംഗ് കണക്ഷനാണ്. അപ്പോൾ എല്ലാ ഡീറ്റെയിലും അതിൽ കിട്ടണമെന്നൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും മേടിക്കാൻ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഒന്നാമത്തെ കേസ്. പക്ഷേ നല്ല ക്വാളിറ്റി നോക്കിയിട്ട് മേടിക്കാം. പ്ലഗ് ആൻഡ് പ്ലേ ഒക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിലും അറിയാൻ പറ്റും. പിന്നെ നമുക്ക് ടർബോയുടെ ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്കിവിടെ മീറ്റർ ഉണ്ട്. പിന്നെ ഓയിലിൻ്റെ പ്രഷറിനും നമുക്കിവിടെ മീറ്റർ ഉണ്ട് കേട്ടോ. നമ്മൾ വേറൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇക്യുബിയും നമ്മുടെ മസ്താങ്കും കൊടുക്കാം എന്നുള്ളൊരു പ്ലാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് വൈകാതെ തന്നെ നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട്, കൊടുക്കാനുള്ള വീഡിയോസ് ഇടുന്നുണ്ട്. വണ്ടി കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുക. ഞാൻ ഇൻസ്റ്റയിലും ഞാൻ റീൽ ഇടുന്നുണ്ട് വണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകളിൽ ആക്സറീസ് മാത്രം അത്യാവശ്യം കയറിയിട്ടുണ്ട്. അത്യാവശ്യം പൈസ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ. എയർ സസ്പെൻഷൻ, വീൽസ്, ഹെഡ്ലൈറ്റ്സ്, സ്റ്റിയറിംഗ് വീല്, റിഫ്ലക്ടർ, ഫ്രണ്ട് ലിപ്സ്. ആ ലിപ്പ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ നോർമൽ ലിപ്പിനേക്കാളും എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ഭാഗങ്ങളിൽ പോയിട്ട് ഒരുപാട് ഉരഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്നിട്ടും അത് പൊട്ടിയിട്ടില്ല. ഇപ്പോൾ അത് പൊട്ടിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു ഒരു ടൈമിൽ. സോ ആ ഒരു ടൈമിൽ ഡ്രോപ്പായ ടൈമിൽ നമ്മൾ റിക്കവറിക്ക് അങ്ങനെ വലിച്ച് കയറ്റുമ്പോൾ അങ്ങനെ പറഞ്ഞു നല്ല ബെൻഡായത്. നല്ല ബെൻഡായപ്പോൾ പൊട്ടിയതാണ് കേട്ടോ അത്. സോ ഇതെല്ലാം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സോസ്റ്റ് ഉണ്ട്, GT-ൻ്റെ സ്പോയിലർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി ഡീറ്റെയിലൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. വേണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സർവീസ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളൂ. ഇപ്പോൾ സർവീസിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓയിലും കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുള്ളതാണ് ഓൾറെഡി. അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഓയിലൊക്കെ പക്കയാണ്. പിന്നെ പവറും കാര്യങ്ങളൊന്നും ഡ്രോപ്പ് ആയിട്ടൊന്നുമില്ല. പവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട്. അത്യാവശ്യം പവറുണ്ട്. പിന്നെ ആ ഭാഗത്തേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പോകുന്നത് നോർമൽ ഡ്രൈവിൽ, ഓട്ടോമാറ്റിക് ഡ്രൈവിലാണ് നമ്മളിപ്പോൾ പോയോണ്ടുള്ളത്. ജസ്റ്റ് ഒന്ന് സ്പോട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ്ലി ചേഞ്ച് ഔട്ട്. കണ്ട വണ്ടി ഡൗൺ ആയി, കുറച്ച് അഗ്രസീവായിട്ട് വണ്ടി. പിന്നെ നോർമൽ നമ്മൾ നേരത്തെ കാലം എടുത്ത പോലല്ല, പവർ നല്ല വ്യത്യാസം വരും. മാഷാഅല്ലാ. ഞാൻ അധികം കാല് കൊടുക്കണില്ല, കാരണം ഇവിടെ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. സ്പോട്ടിലിട്ട് കഴിഞ്ഞാൽ പവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആവും കേട്ടോ. പക്ഷെ വണ്ടി കാണാൻ എപ്പോഴും വേണം. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മോഡിഫിക്കേഷൻ, ഈ മറ്റേ ബോഡി കിറ്റ്സും ഹെഡ്ലൈറ്റ്സും വീൽസും എയർ സസ്പെൻഷനൊക്കെ ഇടുന്നത്. നല്ല മൈലേജും ഉണ്ട്, നല്ല സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാനും പറ്റും. എക്കോ ബൂസ്റ്റ് ആയതുകൊണ്ട് സിമ്പിളാണ് വണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ അപ്ഗ്രേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ ഡെയിലി ഡ്രൈവ് ചെയ്യണതാണ്, ഡെയിലി ഡ്രൈവറാണ് ഇതിൻ്റെ. സോ അതുകൊണ്ട് നമുക്ക് വേറെ അപ്ഗ്രേഡിൻ്റെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്ത് നടക്കാൻ നല്ല മൈലേജും കിട്ടുന്നുണ്ട് വണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഞാൻ പെർഫോമൻസ് അപ്ഗ്രേഡ് ഒന്നും ചെയ്യാത്തത്. സോ അവിടെ ഒരു ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നമുക്ക് അവിടേക്കാണ് പോകേണ്ടത്. ഞാൻ അവിടെ ഒന്ന് കയറട്ടെ. അപ്പോൾ നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ കമൻറ്റിൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോസോ കാര്യങ്ങൾ ഇടുന്നുണ്ടെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ട്. R35ൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡോഡ്ജിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ വീഡിയോസ് എല്ലാം വരുന്നുണ്ട്. ഞാനൊന്നും മറന്നിട്ടില്ല. ഫ്രീ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോ ആണ്.